നമസ്കാരം, അസ്സലാമു അലൈക്കും. ഈ സ്ഥലം എന്ന് വെച്ചാൽ നമ്മളെ കരിഞ്ചോലയിൽ ഉരുൾ പൊട്ടിയനല്ലോ 2018. അതിൻ്റെ ഒരു താഴെ ഭാഗമായിട്ട് വരും ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഭാര്യ വീട്. ഇവിടെയാണ് ഞാൻ ആ ഉരുൾ പൊട്ടിയതിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയതായിരുന്നു. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ മുക്കത്തെത്തിയപ്പോൾ ഞാൻ ഈ സംഭവം അറിയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര വെള്ളം വന്നിട്ട് അവിടെ നിന്ന് വരുന്ന മരങ്ങളൊക്കെ ഒലിച്ച് വന്നിട്ട് ഇങ്ങനെ തങ്ങിക്കുകയൊക്കെ ചെയ്തു. ഇവരൊക്കെ ആകെ ബേജാറായിപ്പോയി. എൻ്റെ വീട്ടുകാരും മറ്റുള്ളവരുമൊക്കെ ബേജാറായിപ്പോയി. ഇവിടെയെന്ന് വെച്ചാൽ ഈ തോട്ടിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം ഉണ്ടായിരിക്കും. എപ്പോഴും നല്ലോണം വെള്ളം ഉണ്ടാവും. ഇവിടുന്ന് തോടിന് റെസ്റ്റ് ഉണ്ടാവില്ല. രാവിലെ മുതൽ സ്കൂളില്ലാത്ത സമയത്ത് കുട്ടികളൊന്ന് ഭയങ്കര ചാടി മറിയുകയും അതുപോലെ തന്നെ 24 hours തിരുമ്പലും കുളിക്കലും ഇതൊക്കെ ആയിട്ടുള്ളൊരു തോടാണിത്. അപ്പോൾ ആ കരിഞ്ചോലയിൽ ഉരുൾ പൊട്ടിയ സന്ദർഭത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായ കൂട്ടുകാരനൊക്കെ അതിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ജാഫർ, അതുപോലെ തന്നെ ജാഫറിൻ്റെ ജാഫറിൻ്റെ മോന്, അതുപോലെ തന്നെ അവൻ്റെ ഉമ്മ, അതുപോലെ തന്നെ അവൻ്റെ വാപ്പൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ജാഫറിൻ്റെ ഉമ്മനെ അവസാനമായിട്ട് എടുക്കുമ്പോഴൊക്കെ ഞാൻ ആ സന്ദർഭത്തിൽ സന്ദർഭത്തിലൊക്കെ ഞാനും നമ്മൾ സേനയുടെ ഒപ്പം അവിടെ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇപ്പോൾ അത് നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. കണ്ടോളി, നല്ല രസമുള്ള സ്ഥലമാണ്. എപ്പോഴും വെള്ളം ഉണ്ടാവും. തന്നെയല്ല, ഈ വെള്ളത്തിൽ ചാട്ടാൻ രാത്രി ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ മഴ പെയ്യാന്ന് ഇങ്ങനെ തോന്നും. എൻ്റെ വീടിൻ്റെ ഏരിയത്താണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ മഴ വരികയെന്ന് ഇങ്ങനെ തോന്നും പെട്ടെന്ന് ഈ വെള്ളത്തിൻ്റെ ചാട്ടം കേൾക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ സംഭവം കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ.